അപ്പോൾ നമുക്കിന്ന് സിമെൻറ്റിനെ കുറിച്ച് കുറച്ച് ടെക്നിക്കൽ വശങ്ങൾ നോക്കിയാലോ. നമുക്കറിയാം കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് സിമൻറ്റ്. ഇഷ്ടിക, കല്ല് എന്നിവ യോജിപ്പിക്കാനും അല്ലെങ്കിൽ വെള്ളമായിട്ട് സ്വയം യോജിച്ചാൽ തനിയെ ഉറയ്ക്കാനും കഴിവുള്ള അല്ലെങ്കിൽ ഉറയ്ക്കുന്ന ഒരു വസ്തുവാണ് സിമെൻറ്റ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഈ സിമെൻറ്റിൻ്റെ ശാസ്ത്രീയപരമായ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. പ്രധാനമായിട്ട് കാൽസ്യം, സിലിക്ക, അലുമിന, ചുണ്ണാമ്പ് എന്നിവയാണ് സിമെൻറ്റിൽ ചേർക്കുക കേട്ടോ. ഈ രാസവസ്തുക്കളൊക്കെ അതിൻ്റേതായ അളവിലും ക്രമത്തിലാണ് കേട്ടോ ചേർക്കുക. പിന്നെ നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് സിമെൻറ്റുകൾ നോക്കിയാലോ. ഓർഡിനറി, പോർട്ട്ലാൻഡ് അഥവാ OPC, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, സൾഫർ റെസിസ്റ്റിംഗ് സിമെൻറ്റ്, ബ്ലാസ്റ്റ് ഫർണസ് സിമെൻറ്റ്, പൊസലോണ, പോർട്ട്ലാൻഡ് അഥവാ PPC, ഹൈഡ്രോഫോബിക് സിമെൻറ്റ്, ഓയിൽ വെൽ സിമെൻറ്റ്, പിന്നെ നമുക്ക് എല്ലാവർക്കും കേട്ട് സുപരിചിതമായിട്ടുള്ള വൈറ്റ് സിമെൻറ്റ്. എങ്ങനെയാണ് നമുക്ക് ഈ സിമെൻറ്റ് നിർമ്മാണ പ്രക്രിയ ഒന്ന് നോക്കിയാലോ. കാൽസ്യം, സിലിക്ക, അലുമിന, ചുണ്ണാമ്പ് പിന്നെ മറ്റു ചില ചേരുവകൾ റോട്ടറി ക്ലിന്നിലിട്ട് 1500 ഡിഗ്രി സെൽഷ്യസോളം വേവിക്കും. ഈ വേവിച്ച മിശ്രിതം തണുപ്പിച്ച് ജിപ്സം പോലുള്ള ചേരുവകളും ചേർത്ത് പൊടിച്ചാണ് സിമെൻറ്റ് നിർമ്മിക്കുന്നത്. എന്താണ് സിമെൻറ്റിൻ്റെ നിറം? സിമെൻറ്റിന് ചാര നിറമാണല്ലേ. ഒരുപോലെ നിറവ്യത്യാസമില്ലാതെ കാണുന്നതാണ് നല്ല സിമെൻറ്റ് എന്നാണ് പൊതുവെ പറയാറ്. ദെൻ സിമെൻറ്റ് കുറച്ച് വെള്ളത്തിന് മുകളിൽ ഇട്ടാൽ നല്ല സിമെൻ്റ് ആണെങ്കിൽ അത് ആദ്യം വെള്ളത്തിൽ പാറി നിൽക്കും, പിന്നെ അത് പതുക്കെ താഴോട്ട് പോകും. സിമെൻറ്റ് ബാഗിൽ കെട്ടിയാൽ നല്ല സിമെൻ്റ് ആണെങ്കിൽ അതിന് ചെറിയ തണുപ്പ് അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ. സീ യു ദിസ് ക്രേസി ടോക്സ് വിത്ത് മീ. ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.